തൃശ്ശൂരിൽ വൻ സ്പിരിറ്റ് വേട്ട. കുരിയച്ചിറയിൽ നിന്നാണ് 2000 ലിറ്റർ സ്പിരിറ്റ് പിടികൂടിയത്. അനീഷ് ആന്റണിയാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ ഉള്ളത്. ഈ വാർത്തയിലെ പ്രത്യേകത എന്ന് പറയുന്നത് സ്പിരിറ്റ് പിടികൂടിയിരിക്കുന്നു, 2000 ലിറ്റർ സ്പിരിറ്റ് എന്നുള്ളതാണ്. കഞ്ചാവ് അല്ല, ഹൈബ്രിഡ് കഞ്ചാവല്ല, MDMA അല്ല, ബ്രൗൺ ഷുഗർ അല്ല, ഹാഷിഷ് ഓയിൽ അല്ല. സ്പിരിറ്റിൻ്റെ കടത്തും വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന രീതിയിലാണല്ലോ കാര്യങ്ങൾ പോകുന്നത്. ഇത് എക്സൈസ് ആണോ പിടികൂടിയത്? തീർച്ചയായും മനേഷ്, എക്സൈസിന്റെ ഇന്റലിജൻസ് വിഭാഗമാണ് ഇത്തരത്തിൽ രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് സ്പിരിറ്റ് പിടികൂടിയത്. എടുത്തു പറയേണ്ട കാര്യം, ഇത് വലിയൊരു ചേസിംഗ്, കിലോമീറ്ററോളം ഈ സ്പിരിറ്റ് കൊണ്ടുപോയി ആ പിക്കപ്പ് വാനെ പിന്തുടർന്ന് ചേസിംഗ് നടത്തിയാണ് ഇത്തരത്തിൽ അതിസാഹസികമായിട്ടാണ് IB ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ സ്പിരിറ്റ് പിടികൂടിയത്. രഹസ്യവിവരം എക്സൈസിന് കഴിഞ്ഞ ദിവസം വൈകിട്ട് തന്നെ ലഭിച്ചിരുന്നതനുസരിച്ച് എക്സൈസ് തൃശൂർ വടക്കേ സ്റ്റാൻഡിലെത്തി. വടക്കേ സ്റ്റാൻഡിലെത്തിയ സമയത്ത് എക്സൈസിനെ കണ്ട ഈ പിക്കപ്പ് വാൻ ഡ്രൈവർ അവിടെ നിന്നും പിക്കപ്പ് എടുത്ത് അതിവേഗത്തിൽ പിക്കപ്പ് പാഞ്ഞു. തൊട്ടു പിന്നാലെ എക്സൈസിന്റെ വാഹനവും പാഞ്ഞു. ഈ വണ്ടി നേരെ, ഈ പിക്കപ്പ് വാൻ നേരെ കാളത്തോട് വഴിക്ക് പോയി കുട്ടനെല്ലൂർ വഴിക്ക് തിരിഞ്ഞു. പിന്നാലെ തന്നെ വീണ്ടും എക്സൈസ് തുടർന്നു. തിരികെ ഈ വണ്ടി വീണ്ടും കുട്ടനെല്ലൂരിൽ നിന്നും കുരിയച്ചിറയിലേക്ക് തിരിഞ്ഞു. അങ്ങനെ കുരിയച്ചിറയിലേക്ക് തിരിഞ്ഞതോടെ ഈ എക്സൈസ് വണ്ടിയും പിന്നാലെ തിരിഞ്ഞു. അങ്ങനെ കുരിയച്ചിറ സംസ്ഥാന പാത, കുരിയച്ചിറ പള്ളി ജംഗ്ഷനിൽ, അതായത് കുരിയച്ചിറ സെൻട്രലിൽ വെച്ച് എക്സൈസ് ചേസ് ചെയ്ത് ഓവർടേക്ക് ചെയ്ത് നിർത്തിയാണ് ഈ വാഹനം പിടികൂടിയത്. ഈ സംഭവം പിടികൂടുന്ന സമയത്തിനുള്ളിൽ തന്നെ വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവർ ഡോറ് തുറന്ന സമീപത്തെ വീടിന്റെ മതിൽ ചാടിക്കടന്ന് ആ വീടിന്റെ വശങ്ങളിലൂടെ പുറകുവശത്തോട് ഓടി രക്ഷപ്പെട്ടു. എക്സൈസ് സംഘത്തിന് ഇയാളെ പിടികൂടാനായില്ല. പക്ഷെ വാഹനം പരിശോധിച്ചപ്പോൾ ഇത് 2000 ലിറ്റർ സ്പിരിറ്റ് ആണ് പിടികൂടി. നിരവധി കന്നാസുകളിൽ നിറച്ച സ്പിരിറ്റ് ആണ്. രഹസ്യ വിവരം ലഭിച്ചത് വെറുതെ ആയില്ല, യാഥാർത്ഥ്യമായിരുന്നു. അത്തരത്തിലുള്ള സ്പിരിറ്റ് എല്ലാം പിടികൂടി. പക്ഷെ ഡ്രൈവർ ഇതുവരെയും പിടികൂടാനായില്ല. വണ്ടി നമ്പർ രജിസ്ട്രേഷൻ വരുന്നത് KL 6 രജിസ്ട്രേഷനാണ്. RC ഓണറെ ഇപ്പോൾ എക്സൈസ് പരിശോധിച്ചപ്പോൾ കാണുന്നത് കൊടുങ്ങല്ലൂർ സ്വദേശിയായിട്ടുള്ള ഒരു RC ഓണറാണ് കാണുന്നത്. പക്ഷെ അത് വ്യാജമായിരിക്കാനും സാധ്യതയുണ്ടെന്നാണ് എക്സൈസ് പറയുന്നത്. എന്തായാലും തൃശ്ശൂരിൽ നിന്നും ഈ സ്പിരിറ്റ് എവിടേക്കാണ്, എറണാകുളം ഭാഗത്തേക്കാണ് പിന്നീട് ഈ വണ്ടി പോകാൻ ലക്ഷ്യമിട്ടിരുന്നത്. എവിടേക്കാണ് ഇത് കൊണ്ടുപോയിരുന്നത്, എവിടെ നിന്നാണ് ഇത്രയും വലിയ അളവിലുള്ള സ്പിരിറ്റ് പിടികൂടിയത്, ഇനി ഇതിന്റെ പുറകിൽ ഇത്തരത്തിൽ സ്പിരിറ്റ് സൂക്ഷിക്കുന്ന ഗോഡൌൺ തൃശ്ശൂർ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടോ, അവിടെ നിന്നാണോ ഈ പിക്കപ്പിലെ ആവശ്യക്കാർക്ക് ഇത് കൊണ്ടുപോയിരുന്നത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എക്സൈസ് ഇപ്പോൾ ഊർജിതമായി തന്നെ അന്വേഷണം ഇപ്പോൾ നടത്തി വരികയാണ്. നമുക്കറിയാം, നാളുകൾക്ക് മുൻപ് സമാന രീതിയിൽ ദേശീയപാതയിൽ വെച്ച് സ്പിരിറ്റ് പിടികൂടി അതിന്റെ തുടരന്വേഷണം ചെന്നെത്തിയത് പട്ടിക്കാടുള്ള ഒരു എക്സൈസ് സ്പിരിറ്റ് ഗോഡൌണിലാണ്. അവിടെ നിന്നും വലിയ 20,000-ഓളം ലിറ്റർ സ്പിരിറ്റ് അന്ന് തൃശ്ശൂർ എക്സൈസ് സംഘം പിടികൂടിയിരുന്നു. അത്തരത്തിൽ ഇതിന് പുറകിലും വലിയ എന്തെങ്കിലും ഗോഡൌണിൽ വലിയ അളവിൽ സ്പിരിറ്റ് സൂക്ഷിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം എക്സൈസ് തള്ളിക്കളയുന്നില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ അന്വേഷണം നടക്കുന്നത്. നമുക്കറിയാം, ഈ സ്പിരിറ്റ് പല തവണയായി ഇപ്പോൾ തൃശ്ശൂരിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി വലിയ അളവിൽ സ്പിരിറ്റ് പിടികൂടുന്നത് കള്ളിലും അതുപോലെ തന്നെ മറ്റ് മദ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സ്പിരിറ്റ് ചേർക്കുന്നുണ്ടെന്നുള്ള ഒരു ആരോപണം, അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളും പിടികൂടലും ഒക്കെ കള്ളു ഉൾപ്പെടെ, സ്പിരിറ്റ് കലർത്തിയ കള്ളു ഉൾപ്പെടെ സമീപ കാലയളവിൽ പിടികൂടിയിരുന്നു. അത്തരത്തിൽ എവിടേക്കാണ് ഈ സ്പിരിറ്റ് കൊണ്ടുപോയത്, ആരാണിത് വാങ്ങുവാൻ ആയി കാത്തു നിൽക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എക്സൈസ് ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മനേഷ്, ശരി, കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ചേസിംഗ് നടത്തിയിട്ടാണ് തൃശ്ശൂർ കുരിയച്ചിറയിൽ 2000 ലിറ്റർ സ്പിരിറ്റ് പിടികൂടിയിരിക്കുന്നത്. അതിൻ്റെ സംഭ്രമജനകമായ റിപ്പോർട്ടിംഗ് നൽകുകയായിരുന്നു അനീഷ് ആന്റണി.